ഗാനം കേൾക്കാം. പ്രിയ സഹോദരി റോഷിനിയെ പാട്ടുപാടാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എങ്ങനെ മറന്നും എൻ പ്രിയ യേശുവിനെ എന്ന പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും, എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും. ആയിരം നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല പോയ നാളിൽ ചെയ്ത നന്മയോർത്താൽ. ആയിരം നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല പോയ നാളിൽ ചെയ്ത നന്മയോർത്താൽ. എങ്ങനെ മറന്നിടും രോഗദുഃഖങ്ങളാൽ ക്ഷീണിതയായപ്പോൾ ജീവിതമെന്തിനെന്നു നീനച്ച നേരം. രോഗദുഃഖങ്ങളാൽ ക്ഷീണിതയായപ്പോൾ ജീവിതമെന്തിനെന്നു നീനച്ച നേരം. ചാരത്തണഞ്ഞു വന്നു സ്വാന്തന വാക്ക് തന്ന എൻ പ്രിയ രക്ഷകനേ, എങ്ങനെ മറന്നിടും, എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും. ഉത്തമ സ്നേഹിതർ ബന്ധുമിത്രാദികൾ ഏവരും എന്നെ ഏറ്റം വെറുത്ത നേരം. ഉത്തമ സ്നേഹിതർ ബന്ധുമിത്രാദികൾ ഏവരും എന്നെ ഏറ്റം വെറുത്ത നേരം. ചാരത്തണഞ്ഞു വന്നു സ്വാന്തന വാക്ക് തന്ന എൻ പ്രിയ രക്ഷകനേ, എങ്ങനെ മറന്നിടും. ചാരത്തണഞ്ഞു വന്നു സ്വാന്തന വാക്ക് തന്ന എൻ പ്രിയ രക്ഷകനേ, എങ്ങനെ മറന്നിടും, എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും. ആയിരം നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല പോയ നാളിൽ ചെയ്ത നന്മയോർത്താൽ. എങ്ങനെ മറന്നിടും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനം കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ, പ്രിയ സഹോദരി പാടിയതുപോലെ 1000 നാവുകൾ പോരാ നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത എത്രയെത്ര അത്ഭുതങ്ങൾ, വിടുതലുകൾ, നമ്മുടെ പ്രാർത്ഥന ഉത്തരങ്ങൾ തിരിഞ്ഞു നോക്കി നമുക്ക് അത് തന്നെ പറയാനായിട്ട് കഴിയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെങ്ങനെ നമുക്ക് മറക്കുവാൻ കഴിയും? വളരെ മനോഹരമായ ഒരു ഗാനം പാടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അവരെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്തൃദാസനാണല്ലോ ഇന്ന് രാത്രികാലം നമ്മളോട് വചനം പറയുന്നത്. അവരെ കാനഡയിൽ കുടുംബമായി താമസിക്കുന്നു. ഇന്ന് രാത്രികാലം ഒക്ലഹോമ പ്രയർ ലൈനിലേക്ക് പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ഫ്രാൻസിസ് അലക്സാണ്ടറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായ ചില നിമിഷങ്ങൾ കർത്താവിന്റെ ദാസന് കർത്താവ് കൊടുത്തിരിക്കുന്നതായ ദൂത് നമ്മളോട് സംസാരിക്കും. ശ്രദ്ധയോടെ നമുക്കത് കേൾക്കാം. അതിനായി പ്രിയ പാസ്റ്ററെ ഈ ലൈനിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇപ്രകാരം ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ ദൈവം നൽകിയതായ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒക്ലഹോമ പ്രയർ ലൈനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് പ്രാരംഭമായിട്ടുള്ള ആ ഒരു ആത്മഭാരം എന്ന് മനസ്സിലാക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകളിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് സുവിശേഷത്തെ കുറിച്ചുള്ള ഭാരമാണ്. അപ്പോൾ സഭയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം സുവിശേഷീകരണം എന്നതാണ്. അതാണ് ദൗത്യം. അപ്പൊ ആ ദൗത്യം ശിരസാ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനായി കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ മേ ബി മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ സൈൻ ആയിട്ടോ അയച്ചു കഴിഞ്ഞാൽ ഞാനത് നോക്കുന്നതായിരിക്കും. അതർവൈസ് ഞാൻ എന്റെ സന്ദേശത്തിലേക്ക് കടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ദൈവം നമ്മളോട് ഇടപെടാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവസന്നിധി നമ്മളായിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇടയായി തീരും. ആകയാൽ അതുപോലെ ഇന്ന് ഇങ്ങനെ ഒരു അവസരം ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് എനിക്കൊരു അവസരം ഒരുക്കി തന്ന ബ്രദർ സാജൻ, സിസ്റ്റർ ബിജി അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവം ധാരാളമായി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനോടൊപ്പം തന്നെ ഈ പ്രയർ ലൈനിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം എല്ലാവിധമായ ആത്മീക നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് വീണ്ടുമായി ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് യെശയ്യാ പ്രവചന പുസ്തകം അതിന്റെ 43-ാം അധ്യായം 18-19 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 43, 18, 19 വാക്യങ്ങൾ ഇപ്രകാരം നമുക്ക് കാണാനായി കഴിയുന്നു. മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, നൽകപ്പെട്ടതായ നല്ല വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വചനം ജഡമായി തീർന്നു, മനുഷ്യരുടെ പാർത്തു. അവിടെ നിന്നാണ് വചനം, അങ്ങയുടെ വചനം മാറ്റമില്ലാത്തതാണ്. അങ്ങയുടെ വചനം രൂപാന്തരം കൊണ്ടുവരുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങൾ വചനം ധ്യാനിച്ച് വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു ഉദാഹരണം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവേ, അടിയന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അഭിഷേകത്താൽ നിറഞ്ഞതായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അത് കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സഹായിക്കും. അടിയനെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കും. തിരുനാമം തന്നെ മഹത്വമെടുക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ നമ്മൾ വായിച്ചതായ വേദഭാഗം ഞാൻ വിശ്വസിക്കുന്നു നിശ്ചയമായിട്ടും ഏകദേശം എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. യെശയ്യാ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വേദഭാഗമാണ്, ഒരു പുസ്തകമാണ്. നിശ്ചയമായിട്ടും വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്നിനേക്കാൾ ശ്രേഷ്ഠമെന്നോ ഒന്നിനേക്കാൾ മോശമെന്നോ എന്ന് നമ്മൾ പറയാനായി കഴിയുന്ന ഒന്നല്ല. കാരണം വേദപുസ്തകത്തിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും അത് ദൈവത്താൽ എഴുതപ്പെട്ടതാണ്, ദൈവത്തിന്റെ ശബ്ദമാണ് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ ആ ഒരു സത്യാവസ്ഥ നിലനിൽക്കെ തന്നെ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചന പുസ്തകത്തിന് അതിൻ്റെതായ തനതായ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് 66 അധ്യായങ്ങളുണ്ട്. ഈ 66 അധ്യായങ്ങൾ വേദപുസ്തകത്തിലെ തന്നെ 66
പുസ്തകങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് മാത്രമല്ല യെശയ്യാ പ്രവചന പുസ്തകത്തിന് ഉള്ള ഉടനീളം വേദപുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള ഒരു പ്രതിപാദ്യ മേജർ സബ്ജക്ട് മാറ്റർ ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവാണ് എന്നതിനെ കുറിച്ചും ഉള്ള കാര്യമാണ്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ പുനരുത്ഥാനം വരെയുള്ളതും അതുപോലെ എറ്റേണിറ്റി പാസ്റ്റ് എറ്റേണിറ്റി ഫ്യൂച്ചർ മുതൽ അനന്തമായ നിത്യതയുടെ തുടക്കം മുതൽ, നിത്യതയ്ക്ക് തുടക്കമില്ല, എറ്റേണിറ്റി പാസ്റ്റ് മുതൽ എറ്റേണിറ്റി ഫ്യൂച്ചർ അനന്തമായ നിത്യതയെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് യെശയ്യാ പ്രവചന പുസ്തകം. അതിൽ യെശയ്യാ പ്രവചന പുസ്തകത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നാം അധ്യായം മുതൽ അതിന്റെ 39 വരെയുള്ള അധ്യായങ്ങൾ, 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ മറ്റൊരു തരത്തിലും. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരമാണ്, വാട്ട് ഈസ് ദെയർ സ്പിരിച്വൽ സ്റ്റാൻഡ് ഓർ സ്പിരിച്വൽ പൊസിഷൻ ഇൻ ദ ലോർഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ആത്മീക നിലവാരം എന്താണ് എന്ന് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ വ്യക്തമാക്കുകയാണ്. അവിടെ യെശയ്യാ പ്രവചനം വളരെ വ്യക്തമായിട്ടും വളരെ ശക്തമായിട്ടും പറയുകയാണ്, നിങ്ങൾ യഹോവയാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ച് വേർതിരിക്കപ്പെട്ട, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട, ദൈവത്തിന്റെ വിടുതലുകളെ കണ്ട, ദൈവിക വീര്യപ്രവർത്തികളെ കണ്ട് അനുഭവിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കെ തന്നെ ഈ ദൈവത്തിൽ നിന്ന് വിശുദ്ധനും നിത്യനും നീതിമാനും സർവശക്തനും രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച് നിങ്ങളുടെ ആ ആത്മീക നിലവാരം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ തകർത്തിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. കാളനന്റെ ഉടയവനെയും കഴുതനന്റെ യജമാനനെയും അറിയുന്നു, പക്ഷേ എന്റെ ജനം എന്നെ അറിയുന്നില്ല. ഞാൻ എന്റെ നാമത്തിൽ വിളിച്ച് വേർതിരിച്ച, എന്റെ നാമത്തിൽ ഞാൻ രക്ഷിച്ച, എന്റെ നാമത്തിൽ ഞാൻ സംരക്ഷിക്കുന്ന, എന്റെ നാമത്തിൽ ഞാൻ വിടുവിച്ച് എല്ലാവിധമായ നന്മകളാലും നിറച്ച് വഴി നടത്തി വരുന്ന എന്റെ ജനം എന്നെ മറുതലിച്ച് ജീവിക്കുന്നു എന്നതിനെ കുറിച്ചും ഇസ്രായേൽ ജനം ദൈവത്തിന് വിരോധമായി ചെയ്ത പാപങ്ങളെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ യെശയ്യാ പ്രവചനം ഒരു ഓൾട്ടർ കോൾ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ പാപത്തിന്റെ അധീനതയിൽ, ഈ മ്ലേച്ഛതയുടെ അധീനതയിൽ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എങ്കിൽ തന്നെയും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെയും സ്നേഹം എന്ന ഒരു ത്രെഡ്, ഒരു ചരട് അവിടെ പ്രവാചകൻ എടുത്തു കാണിക്കുകയാണ്. സർവശക്തനായ ദൈവം സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമാണ്. സർവശക്തനായ ദൈവം ക്ഷമാശീലനാണ്. അതുകൊണ്ട് ദൈവം നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന്റെ 18ഉം 19ഉം വാക്യത്തിൽ, 19ാമത്തെ വാക്യത്തിൽ ഒരു കോൾ ഈസ് ഗിവൺ, ലൈക്ക് ബിഹോൾഡ് ഐ വിൽ ഡു എ ന്യൂ തിങ്സ്, ലൈക്ക് നിങ്ങൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ചെയ്യുവാൻ സന്നദ്ധനാണ് എന്ന ഒരു സന്നദ്ധത, ഒരു ഓൾട്ടർ കോള് അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. ഇവിടെ വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തോട് ഈ പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ ജനത്തോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും പറയും, ഞങ്ങൾ യഹോവയാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറയും. പക്ഷെ യഹോവയാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അവരുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ സാഹചര്യം, നമ്മുടെ കണ്ടംപററി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പലപ്പോഴും മാനുഷികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നു, ഞാൻ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുണ്യായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ നിറവേറ്റുവാനായിട്ട് നമ്മൾ പാപത്തിന് അധീനരായി തീരുന്ന ഒരു സാഹചര്യം
നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പലപ്പോഴും അതിനെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. അത് പിശാചിന്റെ വലിയ ഒരു തന്ത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തന്നെ ന്യായീകരിക്കുകയും നമ്മൾ തന്നെ ഞാൻ നീതിമാനാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിയാണ്, എന്നിൽ യാതൊരു കുറവുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞാൻ സഭയിൽ പോകുന്നു, ഞാൻ കൂട്ടായ്മ ആചരിക്കുന്നു, അപ്പം നുറുക്കുന്നു, ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് കഴിയും. പക്ഷേ പലപ്പോഴും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ഈ വേദഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആക്ച്വലി റിഫ്രഷിങ് യുവർ സെൽഫ് ഇൻ ദ ജേർണി വിത്ത് ദ ലോർഡ്. നമ്മളെല്ലാവരും ആക്ച്വലി വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ആ ഒരു ഫ്ലോയിൽ, ആ ഒരു ഒഴുക്കിൽ നമ്മൾ പോവുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ആ നിമിഷം ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞൊന്ന് നോക്കണം. എത്രത്തോളം തീഷ്ണതയോടുകൂടെ ആയിരുന്നു, എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ ആയിരുന്നു, എത്രത്തോളം ദൈവത്തെ സ്നേഹിച്ചിരുന്നു, എത്രത്തോളം ദൈവവചനം വാഞ്ചിച്ചിരുന്നു, എത്രത്തോളം ദൈവവചനം അനുസരിക്കാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളുകയായിരുന്നു എന്നത് ഒന്ന് നമ്മൾ റീകളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ആത്മീക നിലവാരം എന്താണ്, ഇന്ന് നമ്മുടെ നിലവാരം എന്താണ്, ഇന്ന് ഞാൻ ഏത് നിലവാരത്തിലായിരിക്കുന്നു, എൻ്റെ തീഷ്ണത ഏത് നിലവാരത്തിലായിരിക്കുന്നു, വചനം വായിക്കുന്നതായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്നതായിട്ട് ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നതായിട്ട് കൊള്ളട്ടെ, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഏത് നിലവാരത്തിലാണ്, ദൈവവചനം മറ്റുള്ളവരോട് പറയുന്നതിൽ നമ്മുടെ പങ്കാളിത്തം എത്രത്തോളമാണ്, എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട്, അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. പലപ്പോഴും നമ്മുടെ ആദ്യ സ്നേഹം, വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തു സഭയോട് പറയുന്നത് പോലെ ആദ്യ സ്നേഹത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒരുപാട് സഭയുടെ ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് വരുമ്പോൾ that becomes so customary. നമുക്ക് പലപ്പോഴും അതൊരു ടിപ്പിക്കൽ ട്രഡീഷണൽ പാരമ്പര്യപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട്, ഒരു മെക്കാനിക്കൽ സിസ്റ്റമായിട്ട്, ഒരു യാന്ത്രികമായ ഒരു പ്രവൃത്തിയായിട്ട് പലപ്പോഴും മാറപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2024 നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഒരു റിഫ്രഷ് ചെയ്യുന്ന, ഒരു പുനരുജ്ജീവിപ്പിക്കുന്ന, ക്രിസ്തുവുമായിട്ടുള്ള യാത്രയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ ഒരു പുനരുദ്ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനരുദ്ധരിക്കാനായിട്ട് നമ്മളെ തന്നെ നമ്മുടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതിന്റെ ഞാൻ പെട്ടെന്ന് 18ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. നമുക്ക് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ റിഫ്രഷ് ചെയ്യാനായിട്ട് കഴിയുന്നത്? ബൈ ദ വേ, ബിഫോർ ദാറ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിഫ്രഷ് ചെയ്യണമെന്ന് പറയുന്നത്? നമ്മൾ സാധാരണ എല്ലാവരും ഇന്നിപ്പോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നു, ഒന്നുകിൽ ഒരു മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡിവൈസസ് ഉപയോഗിച്ച് വരുമ്പോൾ ആക്ച്വലി ദാറ്റ് ബിക്കംസ് സോ ഈസി ഫോർ us to handle. നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും, അതിന്റെ പെർഫോമൻസ് കുറയാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ദൈവസന്നിധിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ that becomes a habitual, like that becomes something very normal, that we don't feel something special in it. അതിലൊരു പ്രത്യേകത നമുക്ക് തോന്നാതെ പോകുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യച്യുതി ആരംഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഇസ്രായേലിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അവരുടെ ജീവിതത്തിൽ they have got the claim. They claimed all the time that we are the children of God. In fact, they were away from God. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം എപ്രകാരം ദൈവസന്നിധിയിൽ നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള യാത്രയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ നമുക്ക് എങ്ങനെ റിഫ്രഷ് ചെയ്ത് നമ്മൾ ന്യൂനെസ് ഓഫ് ദി സ്പിരിറ്റ്,
ആത്മാവിൽ പുതുക്കം പ്രാപിച്ചവരായിട്ട് ഇപ്രകാരം ജീവിപ്പാനായി കഴിയുമെന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. മുൻപേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ആക്ച്വലി അവിടെ 18ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ പിൻപിലുള്ളതിനെ നോക്കരുത്. നെവർ സ്റ്റോപ്പ് ലുക്കിംഗ് ബിഹൈൻഡ്. പുറകിലോട്ട് നോക്കുന്നത് നിങ്ങൾ നിർത്തുക. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുറകിലേക്ക് നോക്കാതിരിക്കുക. അതിന് രണ്ട് ഫേസസ് ഉണ്ട്. പുറകിലേക്ക് നോക്കാതിരിക്കുക എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. 18ാമത്തെ വാക്യം അതിന്റെ 1ാമത്തെ ഭാഗത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാല്, മുമ്പേ ഉള്ളവരെ നിങ്ങൾ ഓർക്കരുത്. Do not expect the past victory to sustain you. അതായത് പലപ്പോഴും നമ്മുടെ പ്രശ്നം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, മുൻപ് നിങ്ങൾ അനുഭവിച്ചതായ വിജയങ്ങളുണ്ട്. യഹോവയാം ദൈവത്തിന് ആശ്രയിച്ച് നിങ്ങൾ എൻജോയ് ചെയ്ത, നിങ്ങൾ അനുഭവിച്ചതായ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതായ വിജയങ്ങൾ ഒരുപാടുണ്ട്. ആ വിജയം നിങ്ങളെ നിലനിർത്തും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേലിറങ്ങി, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ സൗഖ്യമായി, ഞാൻ വചനം ശുശ്രൂഷിച്ചു, ഞാൻ സുവിശേഷം പറഞ്ഞു, പലരും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. ഇത് നമുക്ക് ദൈവം എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു, ദൈവം എനിക്ക് വേണ്ടി സാമ്പത്തിക നന്മകളെ തുറന്നു, വഴികളെ തുറന്നു, ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി തന്നു, ദൈവം അത് ചെയ്തു. ഇത് നമുക്ക് സാക്ഷ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. വാസ്തവത്തിൽ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാം നല്ലതാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ആ പഴയകാല അനുഭവങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തെ അതിന്റെ പുതുമയിൽ നിലനിർത്താനായിട്ട് സഹായിക്കും എന്ന് നമ്മൾ ഒരു കാരണത്താലും ചിന്തിക്കരുത്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാണ്. പണ്ട് നമ്മൾ അനുഭവിച്ചതായ ആത്മീക അനുഭവങ്ങൾ, അതിനെ നമ്മൾ എന്റർടൈൻ ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ചെറിഷ് ചെയ്തുകൊണ്ട്, ഞാൻ അന്ന് അങ്ങനെ അനുഭവിച്ചത് കൊണ്ട് ഞാനൊരു യഥാർത്ഥ ദൈവ പൈതലാണ് എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അതിലൂടെ വാസ്തവത്തിൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്നുള്ള ആ പുതുതായിട്ടുള്ള നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ ആത്മീക അഭിഷേകം, അത് നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മീക വർധനവിന് അത് തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ആത്മീകമായി നമ്മളെ എൻജോയ് ചെയ്ത, അനുഭവിച്ചതായ ആ വിടുതലുകളെ, അതിനെ ഓർത്തിട്ട് അതിൽ തൃപ്തരായിട്ട് നാം ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരിക്കലും കഴിഞ്ഞ നാളുകളിൽ നമുക്കുണ്ടായ പരാജയം അനുഭവപ്പെട്ടത് കൊണ്ട് അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ തളർത്തുവാൻ പാടില്ല. ഡു നോട്ട് അലൗ ദ പാസ്റ്റ് ഫെയിലിയേഴ്സ് ടു പാരലൈസ് യു. നമ്മളെ ക്ഷീണിതരാക്കുവാൻ ഒരിക്കലും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ഫെയിലിയേഴ്സ്, മുൻപ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ പരാജയങ്ങൾ ഒരു കാരണത്താലും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഒന്നാകാനായിട്ട് പാടില്ല. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും പിശാച് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന വലിയ ഒരു കെണി അല്ലെങ്കിൽ വലിയൊരു ട്രാപ്പാണ് ഈ മുൻപ് നടന്നതായ പരാജയങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട്, നീ കഴിഞ്ഞ ഇത്ര വർഷങ്ങളായിട്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നീ ഇത്ര വർഷങ്ങളായി വചനം വായിക്കുന്നു, അല്ലെങ്കിൽ നീ ഇത്ര വർഷങ്ങളായിട്ട് ദൈവവേല ചെയ്യുന്നു, അല്ലെങ്കിൽ നീ ഇത്ര വർഷമായിട്ട് വിശ്വാസിയായി ജീവിക്കുന്നു, എന്താണ് നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന പരാജയങ്ങൾ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ന പാപങ്ങൾ നീ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് നിനക്കൊരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനോ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുവാനോ കഴിയുകയില്ല എന്ന തരത്തിൽ പലപ്പോഴും പിശാച് നമ്മളെ തളർത്തിക്കളയുവാനായിട്ട് ഇടയായി തീരും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പിശാചിന്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്, പിശാചിന്റെ തന്ത്രങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയ ദൈവമൊക്കെ, ഒന്നാമതായിട്ട് നാം കർത്താവിനോടുകൂടുള്ള നമ്മുടെ വിശ്വാസ യാത്രയിൽ നമ്മൾ ഊർജ്ജസ്വലരായിരിക്കണമെങ്കിൽ നമ്മൾ പഴയവ ഓർക്കാതിരിക്കണം. നമ്മുടെ വിജയങ്ങൾ ഒരിക്കലും നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തരുത്. അത് യാത്രയിൽ നമുക്ക്
സംരക്ഷണം ഒരുക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും, ഓരോ ദിവസവും നാം പുതിയ അനുഭവങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് മാറണം. 2, നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായ പരാജയങ്ങൾ നമ്മളെ ഒരിക്കലും പുറകോട്ട് വലിച്ച് ആത്മീക ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായ സാഹചര്യത്തിൽ നമ്മൾ ഉൾപ്പെടാതെ ഇരിക്കണം. മറ്റൊരു വസ്തുത, ഈ കാര്യം പഴയവ ഓർക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വസ്തുത നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പഴയകാല അനുഭവങ്ങൾ നമുക്ക് അത് എക്സ്പീരിയൻസ് ഓഫ് വിസ്ഡം, അതായത് ജ്ഞാനത്തിൻ്റെതായ അനുഭവങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കണം. അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അത് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അതിന്റെ ഇത്രയും ഈ ഒരു സെന്റൻസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, അബ്രഹാമിനോടുകൂടെ പ്രവർത്തിച്ച, ഇസഹാക്കിനോടും യാക്കോബിന്റെ ജീവിതത്തിലും ഇന്റർവ്യൂൻ ചെയ്ത പ്രവർത്തിച്ച ദൈവമേ, ആ ദൈവം എനിക്ക് വേണ്ടി ഈ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവനാണ് എന്ന ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ, അതാണ് എക്സ്പീരിയൻസ് ഓഫ് വിസ്ഡം, അത് നമുക്കുണ്ടാകണം. അതുപോലെ നെഹമ്യാ പ്രാർത്ഥിക്കുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ദൈവം, ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം കൊടുത്ത ദൈവം. അപ്പം ആ ഒരു വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് 19ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. നമ്മുടെ ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ റിഫ്രഷ് ചെയ്ത് നിർത്തുന്നതിന് രണ്ടാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇതാണ്: സ്റ്റാർട്ട് ലുക്കിംഗ് അഹെഡ്. നിങ്ങൾ മുമ്പിലേക്ക് നോക്കുക. There is something new is going to happen. I'm going to do something new in your life. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒന്ന് ഞാൻ ചെയ്യുവാനായിട്ട് പോവുകയാണ്. നമ്മള് പുറകിലേക്ക് നോക്കുന്നവരായിട്ടല്ല, മുമ്പിലേക്ക്, ലുക്ക് എഹെഡ്. നമ്മൾ മുൻപിലേക്ക് നോക്കുന്നവരായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. God has already started doing it. My dear ones, ദൈവസന്നിധിയിൽ നിങ്ങൾ ഈ പ്രാർത്ഥനാ ലയനിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി, ദൈവവചനം നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ആത്മീക ഭാരത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആത്മീക ഭാരത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ പ്രാർത്ഥനയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും മുൻപ് എന്ത് നടന്നു എന്നതിനെ കുറിച്ച് ഓർക്കാതെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പുതിയതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മനസ്സിലാക്കുവാനുള്ള വ്യഗ്രതയോടുകൂടെ, ആ ഒരു വലിയ പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയാണ്: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. It's in a continuous tense. I am doing something. I have already started doing it. I am doing it. ഞാനത് ചെയ്യുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ദൈവം വലിയവ ചെയ്യുന്നവനായ ദൈവമാണ്. അപ്പം നമ്മൾ മുൻപിലേക്ക് നോക്കുന്ന ഒരു വ്യക്തികളായിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മുമ്പിലേക്ക് നോക്കുന്നവരായിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പരാജയം എന്തെന്ന് വെച്ചാൽ, we look around, we never look beyond. നമ്മുടെ സർക്കംസ്റ്റാൻസ്, നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കംസ്റ്റാൻസ്, നമ്മുടേതായ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തെ നോക്കി വിലപിക്കുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളെ നോക്കി ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. ആകയാൽ പ്രിയ മക്കളെ, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്തു വരേണ്ടതായിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരിക്കലും we should never look around, rather look beyond. അതാണ് യഥാർത്ഥ ദർശനമുള്ള ഒരു ദൈവ പൈതലിന്റെ ദർശനമുള്ള ഒരു ദൈവ പൈതലിന് വേണ്ടതായിട്ടുള്ള
കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് സർക്കംസ്റ്റാൻസ് ഒരു കാരണത്താലും നോക്കി അതിൽ നമ്മൾ വ്യാകുലരായി തീരരുത്, അതിൽ നമ്മൾ പരാജിതരായി തീരരുത്. അയ്യോ എന്റെ സാഹചര്യം ഇതാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രത്യുത ദൈവം എനിക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന വലിയ കാര്യം എന്താണ് എന്ന് അതിനെ നോക്കിക്കാണാനുള്ള, വിശ്വാസത്താൽ നോക്കിക്കാണാനുള്ള ഒരു മനോധൈര്യം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്താൽ കാണാനുള്ള ഒരു കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവിടെ ലുക്ക് അഹെഡ് എന്ന് പറയുന്നത് അവിടെയും രണ്ട് കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നു, സി ഗാഡ് ബ്രിങ്സ് ന്യൂനെസ്. ദൈവം നമുക്ക് പുതിയത് തരുന്നു, പഴയതൊന്നുമല്ല. നമുക്ക് പഴയ അനുഭവങ്ങളല്ല വാസ്തവത്തിൽ വേണ്ടത്, നമുക്ക് പുതിയ അനുഭവങ്ങളാണ് വേണ്ടത്. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഹി ഈസ് എ ഗാഡ് ഓഫ് ക്രിയേഷൻ. ഹി ക്രിയേറ്റഡ് എവറിത്തിങ് ആൻഡ് ഹി ഈസ് ക്രിയേറ്റീവ് ഗാഡ്. ദൈവം സ്രഷ്ടാവായ ദൈവമാണ്, അവൻ സൃഷ്ടിക്കുന്നവനായ ദൈവമാണ്. ദൈവിക സൃഷ്ടികളെല്ലാം തന്നെ യുണീക്കാണ്, വളരെയധികം പെക്യൂലിയർ ആണ്, അത് വളരെ സ്പെഷ്യലാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ നമ്മളെ ഓരോരുത്തരെയും തനതായ സ്വഭാവത്തോടുകൂടെ നിർമ്മിച്ചു. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായാലും അതിന്റെ മധ്യത്തിൽ വളരെ ഡിഫറന്റ് ആയിട്ട്, വളരെ പുതുമയോടുകൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിൽ ഇന്നത്തെ ദൈവം മറുപടി തന്ന രീതിയിലല്ല ഇന്ന് മറുപടി തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യുത ദൈവം പുതിയത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. അത് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഇപ്രകാരമാണ്, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തമായ ഒരു ചോദ്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തടുത്തും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ളത് ഇതാണ്, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും വാസ്തവത്തിൽ അമാനുഷികമാണ്. ഇത് വാസ്തവത്തിൽ മാനുഷികമായി അസാധ്യമായിട്ടുള്ള ഒന്നാണ്, നേച്ചുറൽ ആയിട്ടുള്ള ഒന്നല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ കരയുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് മാനുഷികമായി സാധ്യമാകുന്ന ഒന്നല്ല. മാനുഷികമായി അസാധ്യമായതും ദൈവത്താൽ മാത്രം സാധ്യമായതും പ്രകൃതിദത്തമായിട്ട് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതും എന്നാൽ പ്രകൃതിയുടെ പ്രതിഭാസത്തിന് വിരുദ്ധമായിട്ട് സൂപ്പർ നാച്ചുറലായിട്ട് പ്രകൃതിയാലുള്ള പ്രവർത്തനത്തിന് തികച്ചും വിപരീതമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നത്. ആ ദൈവത്തിനെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ഒരു കാരണത്താലും നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. ദൈവം ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത്, ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമായിരിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വി പുട്ട് ദ വർക്ക് ഓഫ് ദ ലോർഡ് ഇൻ എ ഫ്രെയിംവർക്ക്, ഇൻ എ സ്മോൾ ഫ്രെയിംവർക്ക് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ദ എക്സ്പീരിയൻസ് വി ഹാവ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ സങ്കുചിതമായ, വളരെ പരിമിതമായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പലപ്പോഴും ദൈവപ്രവർത്തികളെ ഇട്ട് നിർത്തുന്നതായ ഒരു സാഹചര്യം കാണാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉണ്ടാക്കുന്നതായ അതിരുകളെ നമുക്ക് ഇന്ന് രാത്രികാലം എടുത്തു മാറ്റാം. കർത്താവേ, ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ചിന്തിച്ചത് ഒരുപക്ഷെ എനിക്ക് ഇപ്രകാരമുള്ള കാര്യമായിരിക്കും നടക്കുന്നത്. ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയുള്ളവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ സൗഖ്യമാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ചിന്തകളെ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ പുതിയതായിട്ട് നീ മരുഭൂമിയിൽ
നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവനായ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരുഭൂമിയിൽ വഴി കണ്ടെത്തുക എന്ന് പറയുന്നത് മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ള ഒന്നാണ്. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയുടെ സാഹചര്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഓരോരുത്തരും പറയുവാനായിട്ടുള്ളത്, എല്ലാ മരുഭൂമി വഴി കാട്ടുവാൻ നമ്മളോട് കൂടെ നിത്യനായ ദൈവം, നമ്മളോടുകൂടെ നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമുക്ക് വഴികാട്ടിയായി, നമ്മുടെ നല്ല സഹിയായി, നല്ല കൂട്ടാളിയായി, നല്ല ആലോചനക്കാരനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അവൻ മരുഭൂമിയിൽ നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാണ്. പലപ്പോഴും മരുഭൂമി വേദപുസ്തകത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു എല്ലാ കാര്യത്തിന്റെ അവസാനമായിട്ടാണ്. പിന്നെ അതിനപ്പുറത്ത് ഒന്നുമില്ല. നമ്മുടെ മരണത്തോട് തത്തുല്യമായ രീതിയിലാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. പ്രിയ മക്കളെ, നിങ്ങൾ മരുഭൂമിയുടെ അവസ്ഥയിലാണെങ്കിൽ മനസ്സിലാക്കുക, നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ട്. ഒന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. നിശ്ചയമായിട്ടും അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. അവൻ നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. വറ്റി വരണ്ടതായ അവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രികാലം കടന്നു പോകുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ആ വറ്റി വരണ്ടതായ അവസ്ഥയിൽ നീരുറവകളെ തുറക്കുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഈ രാത്രിയിൽ സമർപ്പിക്കാം. നമ്മളെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്താം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. യെശയ്യാവ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്ന് നിങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് ഓരോരുത്തരും പറയാനുള്ളത് അത് തന്നെയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ആത്മീക ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി താഴ്ത്തി കൊടുക്കാം. പഴയവയെ ഒക്കെയും നമുക്ക് മറക്കാം. പുതിയതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. പുതിയ നന്മകൾ, പുതിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഈ 2024 ആമേൻ ദൈവം പ്രവർത്തിക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ദയവേത് വായിക്കുക. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ജീവിതം നിങ്ങളിലൂടെ പുറപ്പെട്ടു വരുന്ന ഉറവയിൽ നിന്ന് മരുഭൂമിയിലെ മൃഗങ്ങളും പക്ഷികളും സകലരും നിങ്ങളാൽ പോഷിപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, നാം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുത്താൽ നമ്മൾ മാത്രമല്ല റിഫ്രഷ് ആകുന്നത്, നമ്മൾ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കുന്നത്, നമ്മിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ മാത്രമല്ല ഒരു അനുഗ്രഹ പാത്രമായി തീരുന്നത്, നമ്മിലൂടെ അനേകർ അനുഗ്രഹ പാത്രങ്ങളായി തീരുവാനിടയായിത്തീരും. It's not that we are going to be blessed, but we are going to be a channel of blessing to many people around the globe. So let us surrender our life into the hands of the Lord and ask the Lord for the forgiveness of our sins, and surrender totally before God and say, Lord, I ask you forgiveness for every iniquities and sins that I have committed to you. Lord, here I am. Lord, cleanse me and purge me. Lord, rectify me that I shall have a renewed life in the Lord. ക്രിസ്തുവുമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള ഈ വിശ്വാസ യാത്രയിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമുക്ക് ഒന്നുകൂടെ ഉദ്ധരിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. ഈ കേട്ടതായ തിരുവചന വേദഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി എന്നേക്കും നിലകൊള്ളുമാറാകട്ടെ. നിത്യതയോളം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാൻ എനിക്ക് അവസരം തന്ന എല്ലാ കൺസേൺഡ് ആൾക്കാരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.